welcome back to yet another video of A to Z Digital Academy. നമ്മൾ ഇന്ന് ലുക്ക സ്റ്റുഡിയോൻ്റെ ലൈക്ക് എങ്ങനെയാണ് ഒരു ഡാറ്റ സോഴ്സ് ലുക്ക സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സസ് ലുക്ക സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. യെസ്, സോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, നമ്മളൊരു ചെറിയൊരു ഡാഷ്ബോർഡൊക്കെ ഇതിലേക്ക് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, ലൈക്ക് ഒരു ഇൻട്രോ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പിൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് അത് ഇവിടെ സജഷനായിട്ട് ടോപ്പ് ബാറിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഓരോ എലമെൻസിനെ പറ്റിയിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലുക്ക സ്റ്റുഡിയോൻ്റെ ബേസിക് എലമെൻറ്റ്സ് പറഞ്ഞു പോയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ സിംഗിൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമായിട്ടുള്ള ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് എന്താണെന്നുള്ളത് അറിയണം. സോ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ഡാറ്റ സോഴ്സ് ആണ് നിങ്ങൾക്ക് ലുക്ക സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് എന്തിൻ്റെ ആണെന്നുള്ള ഒരു ഫസ്റ്റ് എയിം ഉണ്ടാവുക. ആ ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ലൈക്ക് കണക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്കിപ്പോൾ പ്ലെയിൻ ഡാഷ്ബോർഡിൽ നിന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഡാറ്റ സോഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്താലും ഈ ഒരു ഇന്റർഫേസ് വരും. ഇനി എങ്ങനെയാണ് ഒരു ഡാറ്റ സോഴ്സ് അഡീഷണൽ ആഡ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പ് ബാറിൽ ഇവിടെ കണ്ടോ ആഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരാം. ഇതിൽ കണക്ട് ടു ഡാറ്റ, അതായത് നിങ്ങൾക്ക് വേണ്ട ഡാറ്റ കണക്ടേഴ്സ് ഇവിടെ ഉണ്ടാവും. പിന്നെ അഡീഷണലി മൈ ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത ഡാറ്റാസും ഇതിൽ വന്നിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഒറ്റ ഡാറ്റ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ ഡാറ്റാസ് എന്തായാലും ഇവരുടെ ഇന്റർഫേസിൽ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഗൂഗിൾ അനലിറ്റിക്സിന്റെ സാമ്പിൾ ഡാറ്റ ഉണ്ട്, വേൾഡ് പോപ്പുലേഷന്റെ ഡാറ്റ ഉണ്ട്, ആഡ്വേർഡ്സിന്റെ സാമ്പിൾ ഉണ്ട്, യൂട്യൂബ്, അങ്ങനെ കുറച്ച് സാമ്പിൾ ഡാറ്റ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലുക്ക സ്റ്റുഡിയോ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ഡാറ്റ സോഴ്സ് ഇല്ല, ലൈക്ക് ഈ സംഭവം ഡാഷ്ബോർഡ് ഇങ്ങനത്തെ ബിൽഡ് ചെയ്യാൻ ഡാറ്റ സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിലത്തെ ഒരു സാമ്പിൾ ഡാറ്റ എടുക്കുകയാണ് ആക്ച്വലി. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ ഇപ്പോൾ സെർച്ച് കൺസോൾ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ സാമ്പിൾ ഡാറ്റാസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലത്തെ URL ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു, അതായത് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ടൊരു ടേബിൾ ഡാറ്റ ആയിരിക്കും, ചാർട്ടായിരിക്കും വരാം നമുക്ക്. സോ ഇനി നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് അനലിറ്റിക്സിന്റെ ഡാറ്റയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട്, നമുക്കൊരു സിംഗിൾ റിപ്പോർട്ടിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റാസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അത് പോസിബിൾ ആണ് ആക്ച്വലി. സോ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്തു, അതായത് ആഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചറിൽ നിന്ന് കണക്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, കണ്ടോ, ഇവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ആഡഡ് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കറന്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ലൈക്ക് ആഡഡ് ഡാറ്റ സോഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സെയിം അനലിറ്റിക്സ് നിങ്ങളുടെ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. നമ്മളിപ്പോൾ ഇതിലെ സാമ്പിൾ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഇവിടെ കണ്ടോ ഒരു സാമ്പിൾ ഡാറ്റ ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഇതിൽ ആഡ് ആയിട്ടുണ്ട് ആക്ച്വലി. ഇനി നിങ്ങൾക്ക് ഒരു മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിവിടെ, അതായത് നിങ്ങൾക്ക് ഈ ഏറ്റവും റൈറ്റ് കോർണറിൽ ഏറ്റവും താഴെ കണ്ടോ ആഡ് ഡാറ്റ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഈ സെയിം ഇന്റർഫേസ് തന്നെ വരും. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, ഏത് പ്രോപ്പർട്ടിയാന്ന് വെച്ചാൽ അത് ഇതിൽ സെലക്ട് ചെയ്തിട്ട് സെയിം ആഡ് ചെയ്യാം. സോ എല്ലാത്തിലും ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്, അതാ പറഞ്ഞു ഡാറ്റ അഡീഷൻ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മുടെ ലുക്ക സ്റ്റുഡിയോയിൽ ഒരു ചെറിയ ഒരു ഡിലേ
എപ്പോഴും വരാറുണ്ട്. സോ ഈ സംഭവങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ, ഈ ഡാറ്റ സോഴ്സസിന്റെ ഏരിയ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് ചെയ്തിട്ടുള്ള ഡാറ്റ സോഴ്സ് കണ്ടോ. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത ഫസ്റ്റത്തെ URL പ്രോപ്പർട്ടിയിൽ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് നമ്മൾ ഈ റിസോഴ്സസിൽ നിന്ന് പോയി ആഡ് ചെയ്ത ലൈക്ക് സാമ്പിൾ ഗൂഗിൾ അനലിറ്റിക്സിന്റെ സാമ്പിൾ ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ റൈറ്റ് കോർണറിൽ ആഡ് ഡാറ്റയിൽ ആഡ് ചെയ്ത നെക്സ്റ്റ് സാമ്പിൾ ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്. സോ നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന ഡാറ്റ സോഴ്സ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലൈക്ക് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ 3 ഡാറ്റ സോഴ്സ്, അപ്പോൾ ഇതിന് ലൈക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് കൂടി നമുക്ക് ആഡ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റ സോഴ്സ് കണക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ടേബിൾ വന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നമ്മൾ സെക്കൻഡും തേർഡും ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് വരാൻ ചെയ്യുന്നു. സോ ഡിഫോൾട്ട് ആയിട്ട് ഒരു സംഭവം വരുള്ളൂ, അതായത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊരു ഡാറ്റ കണക്ട് ചെയ്യുമ്പോൾ സംഭവം വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത ഡാറ്റാസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞുള്ള ഫീൽഡിൽ കയറി ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡ് നോക്കില്ല, റിസോഴ്സസിൽ മാനേജ് ആഡ് ഡാറ്റ റിസോഴ്സസിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ കറന്റ് ഈ റിപ്പോർട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡാറ്റ സോഴ്സസും ഇവിടെ കാണാൻ പറ്റും. അത് ഏത് കണക്ടറാണ്, അത് ഗൂഗിൾ അനലിറ്റിക്സിന്റെ ആണോ സെർച്ച് കൺസോളിന്റെ ആണോ ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഇത് കറന്റ് എത്ര ചാർട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് സ്റ്റാറ്റസ് ഉണ്ട്, എഡിറ്റബിൾ ആണോ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിളിന്റെ തന്നെ ഡാറ്റാസ് ആണ്, അതായത് ഇതുപോലത്തെ സാമ്പിൾ ഡാറ്റാസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ നമ്മുടെ ഒരു ഓൺ പ്രോപ്പർട്ടിയിലുള്ള ഡാറ്റ പോലെയല്ല ഗൂഗിളിന്റെ ഡാറ്റ. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് കാൽക്കുലേറ്റ് ഡാറ്റ ഫീൽഡൊക്കെ, അതായത് കസ്റ്റമായിട്ട് നമുക്ക് ഡാറ്റാസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണല്ലോ ഒരു സ്റ്റുഡിയോന്റെ ഒരു ബേസിക് സംഭവം. സോ അതൊന്നും ഇതിൽ പോസിബിൾ ആയിരിക്കില്ല, അത് നമ്മുടെ ഓൺ ഡാറ്റയിൽ നിന്ന് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡാറ്റ സോഴ്സ് ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് ആഡ് ചെയ്തു, പക്ഷെ അതിൽ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഈ യൂസ്ഡ് ഇൻ റിപ്പോർട്ട് സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ലൈക്ക് കണക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് റിമൂവ് ആയി പോയിക്കോളും. ഓക്കെ, സോ ഇപ്പൊ ഇനി ഈ 3 സംഭവങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അത് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസിയർ ആയിട്ട് ഒരു ഡാറ്റ സോഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ലൈക്ക് ഒരു ഇതുപോലെ ബേസിക് ആയിട്ട് വരുന്ന ഓരോ ഇന്റർഫേസിലെ ഓരോ എലമെന്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യാം. സോ സ്റ്റേ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോ ഫോർ ദിസ്. യാ, സോ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ പുതിയ പുതിയ ഡാറ്റാസ് നിങ്ങളുടെ ലുക്ക് സ്റ്റുഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ലൈക്ക് ലുക്ക് സ്റ്റുഡിയോയിലെ ഓരോ ഇമ്പോർട്ടൻറ്റ് എലിമെന്റ്സിനെ പറ്റി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ സ്റ്റേ സബ്സ്ക്രൈബ്, ലൈക്ക് അവർ വീഡിയോ ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്.